ഈ 4-ാം ദിവസം യേശു നമ്മുടെ ഇടയനും കുഞ്ഞാടുമാണ് എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, തെയോസ് വിശുദ്ധവാര ധ്യാന ചിന്തകളുടെ 4-ാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അരുളുന്നു. ദൈവം ലോകചരിത്രത്തിൽ ഇടപെട്ട് ചെയ്ത മഹാകാര്യങ്ങളെക്കുറിച്ചും യേശുവിലൂടെ നിറവേറിയ രക്ഷയെക്കുറിച്ചുമാണ് ഈ വിശുദ്ധവാരത്തിൽ നാം പ്രത്യേകമായി ധ്യാനിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും ധ്യാന ചിന്തകളിലൂടെയും യേശുവിൻ്റെ പെസഹ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് യേശുവിനോട് ചേർന്ന് നിൽക്കുവാനും പാപമോചനം നേടുവാനും യേശുവുമായി ശാശ്വതമായി ഐക്യപ്പെടാനും നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ഈ 4-ാം ദിവസം യേശു നമ്മുടെ ഇടയനും കുഞ്ഞാടുമാണ് എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. തെയോസ് എന്ന് പറഞ്ഞാൽ ദൈവമെന്നാണ് അർത്ഥം. തെയോസ് ധ്യാന ചിന്തകളുടെ ഈ 4-ാം ദിവസത്തിൽ ഈ ഈശോ എങ്ങനെയാണ് നമ്മുടെ ഇടയനും കുഞ്ഞാടുമായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാമത്തെ വചനത്തിലും 14-ാമത്തെ വചനത്തിലും ഈശോ പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്. ഈ നല്ല ഇടയൻ്റെ ചിത്രം നമുക്കേവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. യേശുവിൻ്റെ നല്ല ഇടയൻ്റെ ചിത്രം നമ്മൾ നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ മുറികളിലുമൊക്കെ വളരെ വാത്സല്യത്തോടെ കാത്തു സൂക്ഷിക്കാറുണ്ട്. കാരണം ആ നല്ല ഇടയൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞാടായി നമ്മെ തന്നെ സങ്കല്പിക്കുവാനും ആ ഈശോയുടെ നല്ല സ്നേഹവും വാത്സല്യവും സ്വീകരിക്കുവാനും നമുക്കേവർക്കും വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന യേശുവിൻ്റെ ചിത്രങ്ങളിലൊന്നാണ് നല്ല ഇടയൻ്റെ ചിത്രം. യേശു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നല്ല ഇടയനാണ് എന്ന്. അപ്പോൾ ഈശോ നമ്മുടെ ഇടയനാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ ഈശോ ജനമധ്യത്തിലേക്ക് കടന്നു വരുന്ന അവസരത്തിൽ ആ ഈശോയെ ജനത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ട് സ്നാപയോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈശോയെ കുഞ്ഞാട് എന്ന് വിളിക്കുന്നു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ സ്നാപയോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. താൻ ഇടയനാണ് എന്ന് ഈശോ പറയുന്നു, ഇടയനായി നാം കരുതുന്നു. എന്നാൽ സ്നാപയോഹന്നാൻ ഈശോയെ കുഞ്ഞാട് എന്ന് വിളിക്കുന്നു. എങ്ങനെയാണ് ഈശോ കുഞ്ഞാടാകുന്നത്? എന്തുകൊണ്ടാണ് യേശുവിനെ കുഞ്ഞാട് എന്ന് പറയുന്നത്? പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു നല്ല ഇടയനാണ് എന്ന കാര്യം വിശദമായും ആഴമായും മനസ്സിലാക്കണമെങ്കിൽ യേശു കുഞ്ഞാടും കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു വശത്ത് ഈശോ പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്. മറുവശത്ത് സ്നാപയോഹന്നാൻ പറയുന്നു, യേശു കുഞ്ഞാടാണ്. വാസ്തവത്തിൽ യേശു ആരാണ്? ഇടയനാണോ കുഞ്ഞാടാണോ? വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യേശു ഇടയനുമാണ് കുഞ്ഞാടുമാണ്. യേശു നല്ല കുഞ്ഞാടായതുകൊണ്ടാണ് യേശുവിന് നല്ല ഇടയനാകാൻ സാധിച്ചത്. എന്ന് പറഞ്ഞാൽ കുഞ്ഞാടിനെ പോലെ ക്ഷതമേറ്റും മുറിവേറ്റും മനുഷ്യർക്ക് വേണ്ടി ബലിയായി അർപ്പിക്കപ്പെട്ടുമാണ് ഈശോ നല്ല ഇടയനായത്. വില കൊടുത്താണ് ഈശോ ഇടയനായത്. വെറുതെ വടിയുമെടുത്ത് ആടുകളെ നയിക്കുന്ന ഒരു ഇടയൻ മാത്രമല്ല, ആടുകൾക്ക് വേണ്ടി മുറിവേൽക്കുന്ന ക്ഷതമേൽക്കുന്ന ആടുകൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടും കൂടിയാണ് ഈശോ എന്ന നല്ല ഇടയൻ. കുഞ്ഞാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ തന്നെ ഓർമ്മ വരുന്നത് പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 21-ാമത്തെ വചനം മുതൽ 36-ാമത്തെ വചനം വരെ വിവരിക്കപ്പെട്ടിട്ടുള്ള പെസഹ കുഞ്ഞാടിൻ്റെ ചിത്രമാണ്. പെസഹ കുഞ്ഞാടിൻ്റെ രക്തം വഴിയാണ് ഇസ്രായേൽ ജനം രക്ഷിക്കപ്പെട്ടത്. അവസാനമായി ഈജിപ്ത് ദേശത്തു നിന്ന് ഇസ്രായേൽക്കാരെ രക്ഷിക്കാനായി കർത്താവ് കണ്ടുപിടിച്ച മാർഗമായിരുന്നു, ഇസ്രായേൽ ജനം അനുവർത്തിച്ച കാര്യമായിരുന്നു പെസഹ കുഞ്ഞാടിൻ്റെ രക്തം വഴി
അവരുടെ വീടുകളെ സംരക്ഷിക്കുക എന്നത്. അങ്ങനെ കുഞ്ഞാടിൻ്റെ രക്തം വഴി അവർക്ക് മരണത്തിൽ നിന്ന് മോചനം ലഭിച്ചു, അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിച്ചു. അപ്പോൾ അവർക്ക് മോചനം ലഭിക്കാൻ വേണ്ടി കുഞ്ഞാട് ബലിയായി അർപ്പിക്കപ്പെട്ടു. കുഞ്ഞാടിൻ്റെ ബലി വഴി, കുഞ്ഞാടിൻ്റെ ക്ഷതങ്ങൾ വഴി, മുറിവുകൾ വഴി അവർക്ക് വിമോചനം ലഭിച്ചു. ഇതുപോലെയാണ് ഈശോ കുഞ്ഞാടാകുന്നത്. പുതിയ നിയമത്തിൽ ഈശോ തന്നെ ബലിയായി അർപ്പിക്കുന്നു. മനുഷ്യവംശത്തെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ആട്ടിൻ കൂട്ടത്തിലെ എല്ലാ ആടുകളെയും സംരക്ഷിക്കാനായി ഈശോ കുഞ്ഞാടായി മാറിക്കൊണ്ട് അവർക്ക് വേണ്ടി ബലി അർപ്പിക്കുന്നു. ഹെബ്രായർക്കുള്ള ലേഖനം 9-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ നാം ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. ഈശോ കോലാടുകളുടെ, ജന്തുക്കളുടെ സ്ഥാനത്ത് തന്നെയാണ് ബലിയായി അർപ്പിച്ചത്. അങ്ങനെ ഈശോ കുഞ്ഞാടായി മാറുന്നു. കുഞ്ഞാടായി നല്ല ഇടയനായി തീർന്ന വലിയ ഇടയനാണ് നമ്മുടെ ഈശോ. അപ്പോൾ ഈശോയെ നല്ല ഇടയനായി കാണുമ്പോൾ നാം എന്താണ് മനസ്സിൽ കാണേണ്ടത്? ഈ ഈശോ നമ്മുടെ നല്ല ഇടയനാകാൻ വേണ്ടി തൻ്റെ ജീവൻ ബലിയർപ്പിച്ച കുഞ്ഞാടാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ ഞാൻ നല്ല ഇടയനാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഈശോ പറയുന്നത് ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവനാണ് എന്ന്. ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന കുഞ്ഞാടാണ്. അങ്ങനെയാണ് നല്ല ഇടയനാകാൻ ഈശോയ്ക്ക് സാധിച്ചത്. ഈ ഈശോ എങ്ങനെയാണ് ആടുകളെ സംരക്ഷിക്കുന്നത് എന്ന് വിശുദ്ധ യോഹന്നാൻ വളരെ ഭംഗിയായി യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. യോഹന്നാൻ ശ്ലീഹ യേശുവിൻ്റെ വാക്കുകളിൽ പറയുന്നു, ഞാൻ ആടുകളുടെ വാതിലാണ്, എന്നിലൂടെ അകത്ത് പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. യേശു പറയുകയാണ് ഞാൻ ആടുകളുടെ വാതിലാണ് എന്ന്. കുഞ്ഞാടാണ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ താരതമ്യേന നമുക്ക് എളുപ്പമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈശോ ഞാൻ ആടുകളുടെ വാതിലാണ് എന്ന് പറയുന്നത്? അതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൽ ആട്ടിടയന്മാർ എങ്ങനെയാണ് ആടുകളെ സംരക്ഷിച്ചതെന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. പകല് മുഴുവൻ ആടുകളെയും കൊണ്ട് ആട്ടിടയന്മാർ തീറ്റയ്ക്ക് വേണ്ടി, വെള്ളത്തിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കും. ഈ ആടുകൾക്ക് പുല്ല് കാണിച്ചു കൊടുക്കുന്നത് ഈ ഇടയനായിരിക്കും, വെള്ളം കാണിച്ചു കൊടുക്കുന്നത് ഇടയനായിരിക്കും. പരിക്കേൽക്കുമ്പോൾ ഈ ആടുകളെ തോളിലേറ്റി താരാട്ട് പാടുന്നതും ഈ ഇടയന്മാരായിരിക്കും. രാത്രികാലങ്ങളിൽ ഈ ആടുകളെ സ്നേഹപൂർവ്വം കൂട്ടിലേക്ക് കൊണ്ടുവരും, തൊഴുത്തിലേക്ക് കൊണ്ടുവരും. തൊഴുത്ത് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് മേൽക്കുരയില്ലാത്ത, ഇന്ന് നമ്മുടെ ഭാവനയിലുള്ള തൊഴുത്തിനേതുപോലെ അല്ലാത്ത ഒരു വേലിക്കെട്ടാണ്. ആ വേലിക്കെട്ട് മറ്റു വന്യമൃഗങ്ങൾ അകത്തേക്ക് വരാതിരിക്കാനും അകത്തു നിന്ന് ആടുകൾ പുറത്തേക്ക് പോകാതിരിക്കാനും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു വേലിക്കെട്ടായിരിക്കും. ഈ വേലിക്കെട്ടിന് ഒരു പ്രവേശന കവാടം മാത്രമാണ് ഉണ്ടാവുക. ആദ്യത്തെ ഇടയൻ വന്ന് തൻ്റെ ആടുകളെ മുഴുവൻ അകത്തേക്ക് കയറ്റിവിടും. രാത്രികാലങ്ങളിൽ ആട്ടിടയന്മാർ തനിച്ച് താമസിക്കാറില്ല. കാരണം തനിച്ച് താമസിക്കുന്നത് അപകടകരമാണ്. മോഷ്ടാക്കൾ ഉണ്ടാകാം, വന്യമൃഗങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തൻ്റെ ആടുകളെയും പരിപാലിച്ച് രാത്രി മുഴുവൻ കാത്തിരിക്കുക എന്നത് വളരെ ശ്രമകരമായ, ക്ലേശകരമായ കാര്യമാണ്. അതുകൊണ്ട് 5-10 ആട്ടിടയന്മാർ ഒരുമിച്ചാണ് താമസിക്കാറുള്ളത്. അങ്ങനെ ആട്ടിടയന്മാർ തങ്ങളുടെ ആടുകളെ മുഴുവൻ കൊണ്ടുവന്ന് ഈ തൊഴുത്തിലേക്ക് പറഞ്ഞു വിടും, അല്ലെങ്കിൽ ഈ വേലിക്കെട്ടിനകത്തേക്കാക്കും. ഇനി ഈ വേലിക്കെട്ടിൻ്റെ പ്രവാസന കവാടം സംരക്ഷിക്കേണ്ടത് അവൻ്റെ കടമയാണ്. അല്ലെങ്കിൽ മോഷ്ടാക്കൾ കടന്നു വരാം, വന്യമൃഗങ്ങൾ അകത്തേക്ക് വരാം, അകത്തുള്ള ആടുകൾ പുറത്തേക്ക് പോകാം. ഈ എല്ലാ സാധ്യതകളും ഇല്ലാതാക്കാൻ വേണ്ടി ആട്ടിടയന്മാർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആട്ടിടയന്മാർ വടിയും പിടിച്ച് ഈ വാതിൽക്കൽ കുറുകെ കിടക്കും. കുറുകെ കിടക്കുന്ന ആട്ടിടയനെ ചവിട്ടാതെ ഒരു വന്യമൃഗത്തിനും അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. കുറുകെ കിടക്കുന്ന ആട്ടിടയനെ ഉണർത്താതെ, അല്ലെങ്കിൽ ആട്ടിടയന്റെ ശ്രദ്ധയിൽപ്പെടാതെ അകത്തേക്ക് പ്രവേശിക്കാൻ ഒരു മോഷ്ടാവിനും സാധിക്കില്ല. പലപ്പോഴും ഇങ്ങനെ കുറുകെ കിടക്കുന്ന ആട്ടിടയന്മാർക്ക് വന്യമൃഗങ്ങളുടെ ചവിട്ടേറ്റ് പരിക്കേൽക്കാറുണ്ട്. അങ്ങനെ പരിക്കേൽക്കുമ്പോഴേക്കും അകത്തുള്ള ആടുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ആട്ടിടയന്മാർ വന്യമൃഗങ്ങളോട് വടവരുതും.
യഥാർത്ഥ ആട്ടിടയനെ കുറിച്ച് പറയുമ്പോൾ ഈശോ പറഞ്ഞിട്ടുണ്ട്, ചെന്നായി വരുന്നത് കാണുമ്പോൾ ഓടി മാറുന്നവനല്ല യഥാർത്ഥ ഇടയൻ, മറിച്ച് ആടുകളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ആടുകളെ സംരക്ഷിക്കുന്ന യഥാർത്ഥ ഇടയനാണ് നല്ല ഇടയൻ എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മോഷ്ടാക്കൾ വരുമ്പോഴും വന്യമൃഗങ്ങൾ വരുമ്പോഴും ആ മോഷ്ടാക്കളോടും വന്യമൃഗങ്ങളോടും പൊരുതി ഉള്ളിലുള്ള ആടുകളെ സംരക്ഷിക്കുന്നവരാണ് ആട്ടിടയന്മാർ. അങ്ങനെ അകത്ത് ആടുകൾ സുഖമായി ഉറങ്ങുമ്പോഴും വിശ്രമിക്കുമ്പോഴും ആ വാതിൽക്കൽ നിതാന്ത ജാഗ്രതയോടെ ഉള്ളിലുള്ള ആടുകളെ പ്രതി നിരന്തരം കാത്തിരിക്കുന്ന, ആ ആടുകൾക്ക് വേണ്ടി കാവൽ കിടക്കുന്ന, പ്രവേശന കവാടത്തിന്റെ കുറുകെ കിടക്കുന്ന ആട്ടിടയനാണ് യഥാർത്ഥ ആട്ടിടയൻ. പലപ്പോഴും അവന് പരിക്കേൽക്കും, പലപ്പോഴും അവന് മുറിവേൽക്കും. അവന് മുറിവേറ്റാലും പരിക്കേറ്റാലും അവന് ചവിട്ടേറ്റാലും അകത്തുള്ള ഓരോ ആടിനെ പോലും അവൻ വിട്ടുകൊടുക്കില്ല. ഇങ്ങനെയുള്ള ആ ആട്ടിടയനാണ് താൻ എന്നാണ് ഈശോ പറയുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഞാൻ ആടുകളുടെ വാതിലാണ്, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കും, രക്ഷിക്കപ്പെടും. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഈശോ തൻ്റെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് കുഞ്ഞാടുകളായ നമ്മെ സംരക്ഷിക്കാനായി ഈ ലോകത്തിലേക്ക് വന്നത്. ആട്ടിൻകൂട്ടമായ നമ്മളിൽ നിന്ന് ആരും തന്നെ പുറത്തു പോകാതിരിക്കാനും ആരും തന്നെ നശിച്ചു പോകാതിരിക്കാനും നമുക്കാർക്കും പരിക്ക് പറ്റാതിരിക്കുവാനും ആട്ടിൻ തൊഴുത്തിൻ്റെ വാതുക്കൽ കുറുകെ കിടന്ന് പരിക്കേറ്റും മുറിവേറ്റ് ഒരു കുഞ്ഞാടിനെ പോലെ ബലിയർപ്പിക്കപ്പെട്ട് നമ്മെ സംരക്ഷിക്കുന്ന ആ ഈശോയാണ് യഥാർത്ഥ നല്ല ഇടയൻ. ആ യഥാർത്ഥ നല്ല ഇടയന്റെ ചിത്രമാണ് ഈ വിശുദ്ധവാരത്തിൽ നാം ചിന്തിക്കേണ്ടത്. നല്ല ഇടയനാകാൻ ഈശോയ്ക്ക് വില കൊടുക്കേണ്ടി വന്നു. നല്ല ഇടയനാകാൻ ഈശോയ്ക്ക് നല്ല കുഞ്ഞാടും ആകേണ്ടി വന്നു. കുഞ്ഞാടാകാതെ ഈശോ ഇടയനായവനല്ല, കുഞ്ഞാടായിക്കൊണ്ടാണ് ഈശോ ഇടയനായത്. ഇന്ന് ഈ വിശുദ്ധവാരത്തിന്റെ 4-ാം ദിവസം നമ്മൾ ഈശോയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ഈശോ നമ്മെ രക്ഷിച്ചതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം നമ്മുടെ മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു ചിത്രമാണ് കുഞ്ഞാടായി ആട്ടിടയനാകുന്ന നല്ല ഇടയനാകുന്ന ഈശോയുടെ ചിത്രം. വടിയും പിടിച്ച് ആട്ടിൻകൂട്ടത്തെ നയിക്കുന്ന യേശുവിൻ്റെ ചിത്രം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. എന്നാൽ വിറകുകളുടെ മുമ്പിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന, വിറകുകൾക്ക് മുകളിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് വധിക്കപ്പെടാനായി കിടക്കുന്ന, മുറിവേറ്റ് കിടക്കുന്ന കുഞ്ഞാടിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. എന്നാൽ ഈ വടിയും പിടിച്ച് നമ്മെ നയിക്കുന്ന യേശു എന്ന നല്ല ഇടയന്റെ പിന്നിൽ ഈ ഒരു ചിത്രം കൂടി നാം കാണേണ്ടിയിരിക്കുന്നു. വിറകിന് മുകളിൽ ബലിവസ്തുവായി കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മുറിവേറ്റ ഒരു കുഞ്ഞാട്. ഈ കുഞ്ഞാടാണ് നമ്മെ യഥാർത്ഥത്തിൽ രക്ഷിക്കുന്നത്. ഈ കുഞ്ഞാടിന്റെ സ്ഥാനത്താണ് യേശു നിൽക്കുന്നതും. അങ്ങനെയാണ് ഈശോ നല്ല ഇടയനാകുന്നതും. യേശുവിൻ്റെ കുഞ്ഞാടിൻ്റേതുപോലെയുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകത, യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭ നിമിഷം മുതൽ അവസാന നിമിഷം വരെ നമുക്ക് വ്യക്തമായും കാണാൻ സാധിക്കും. കുഞ്ഞാട് എന്ന് പറയുമ്പോൾ തന്നെ എളിമപ്പെടുത്തുന്ന, വിനയത്തിൻ്റെ പ്രതിരൂപമായ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഈശോയുടെ ജീവിതം മുഴുവൻ അങ്ങനെയായിരുന്നു. ഈശോ ജനിക്കാനായി തിരഞ്ഞെടുത്ത സ്ഥലം തന്നെ ഒരു ചെറിയ പട്ടണമായിരുന്നു. ബെത്ലഹേം എന്ന ചെറിയ പട്ടണത്തിലാണ് ഈശോ ജനിച്ചത്. അവിടെയും ഈശോ ഒരു വീട്ടിലല്ല, മറിച്ച് പുൽത്തൊട്ടിയിലാണ് ജനിച്ചത്. ഈശോ പുൽത്തൊട്ടിയിൽ ജനിച്ചത് തന്നെ വളരെ പ്രതീകാത്മകമായിരുന്നു. ചെറുതാക്കാൻ, കുഞ്ഞാടിനേതുപോലെ ചെറുതാകാൻ സ്വയം മനസ്സായ ദൈവത്തെയാണ്, നല്ല ഇടയനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, ഈശോയുടെ ജനന സമയത്ത് ഈശോയെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ഈ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിയുന്നത് വളരെ അർത്ഥപൂർണമായ, പ്രതീകാത്മകമായ ഒരു കാര്യമാണ്. ജെറൂസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കപ്പെടാനുള്ള, ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കുഞ്ഞാടുകളെ ചെറുപ്പത്തിൽ തന്നെ ആട്ടിടയന്മാർ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കുമായിരുന്നു. രോഗങ്ങളില്ലാതെ, മറ്റു കുറവുകളൊന്നുമില്ലാതെ അവയെ സംരക്ഷിക്കാൻ വേണ്ടി പിന്നീട് പരിപൂർണമായ രീതിയിൽ മുഴുവനായും ഒരു കുറവുമില്ലാതെ ദൈവത്തിന് അർപ്പിക്കാനായി ചെറുപ്പത്തിലെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ്
ആട്ടിടയന്മാർ പ്രത്യേകമായി സംരക്ഷിക്കുമായിരുന്നു. യേശുവിനെ പിള്ളക്കച്ചുകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തുമ്പോൾ ഇതാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. യേശു പിന്നീട് ബലിയർപ്പിക്കപ്പെടാനുള്ള കുഞ്ഞാടാണ്. അതുകൊണ്ടാണ് യേശുവിനെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയത്. പ്രതീകാത്മകമായി നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. ജനനം മുതൽ യേശുവിൻ്റെ ജീവിതത്തിൽ നിഴലിച്ചു നിൽക്കുന്ന സംഭവമാണ് ചെറുതാകുക, വിനയം അഭ്യസിക്കുക, വിനയത്തിൽ മറ്റുള്ളവരോട് പെരുമാറുക, തന്നെ തന്നെ ഇല്ലാതാക്കുക, തന്നെ തന്നെ ശൂന്യവൽക്കരിക്കുക എന്നത്. യേശയ്യായുടെ പുസ്തകം 53 അധ്യായം 7-ാമത്തെ വചനത്തിൽ യേശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ്, വളരെ കാലങ്ങൾക്ക് മുമ്പ് പ്രവചനപരമായി പറഞ്ഞിരുന്നു, അവൻ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ആയിരുന്നു. അവൻ മുറിവേറ്റപ്പോഴും ക്ഷതമേറ്റപ്പോഴും ഒന്നും തന്നെ പറഞ്ഞില്ല. അവൻ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയായിരുന്നു. രോമം കത്രിക്കാൻ പോകുന്ന ചെമ്മരിയാടിനെ പോലെയായിരുന്നു. ഇങ്ങനെയായിരുന്നു ഈശോ പീഡകരുടെ മുമ്പിലും മർദ്ദിച്ചവരുടെ മുമ്പിലും ഉപദ്രവിച്ചവരുടെ മുമ്പിലും ശാന്തനായി നിന്നത്. അപ്പോൾ യേശുവിനെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് കൊല്ലാൻ കൊണ്ടുപോകുന്ന ശാന്തനായ വിനീതനായ കുഞ്ഞാടിൻ്റെ രൂപമാണ്. ഈശോ അങ്ങനെ താൻ കുഞ്ഞാടാണ് എന്ന് തെളിയിക്കുകയും ചെയ്തു. പിന്നീട് ഈശോ തൻ്റെ ജീവിതത്തെ മുഴുവനായി പിതാവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നു, ഈശോ തന്നെ തന്നെ ശൂന്യനാക്കി, തന്നെ തന്നെ ഇല്ലായ്മ ചെയ്തു, അവസാനം കുരിശും മരണത്തിന് പോലും തന്നെ തന്നെ വിട്ടുകൊടുത്തു. ഇവിടെയാണ് നാം കാണുന്നത് കുഞ്ഞാടിനെ പോലെ അർപ്പിക്കപ്പെടാൻ വിട്ടുകൊടുക്കുന്ന ഈശോയെ. അങ്ങനെ ജനനത്തിലും മരണത്തിലും ഈശോ കുഞ്ഞാടിൻ്റെ രൂപം ധരിച്ച ഒരു ഇടയനായിരുന്നു. ജനനത്തിലും മരണത്തിലും യേശുവിൻ്റെ ഈ സ്വഭാവം വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മോടുള്ള സ്നേഹത്തെ പ്രതി എത്ര ചെറുതാകാനും ഈശോ സന്നദ്ധനാണ്. നമ്മെ രക്ഷിക്കാൻ വേണ്ടി എത്രത്തോളം താഴാനും ഈശോ തയ്യാറാണ്. സമൂഹത്തിന്റെ ഏറ്റവും താഴെയുള്ളവനെ രക്ഷിക്കാൻ വേണ്ടി, ഈ ലോകത്തിലെ ഏറ്റവും ചെറിയവനെ രക്ഷിക്കാൻ വേണ്ടി അത്രയും ചെറുതാകാൻ ഈശോ തയ്യാറാണ് എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പരിക്കേറ്റ, വഴിതെറ്റിപ്പോയ, മുറിവേറ്റ, കാണാതായ ആടുകളെ അന്വേഷിച്ച് കണ്ടെത്തുന്ന യേശുവിൻ്റെ രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർക്ക് വേണ്ടി ഈശോ പ്രത്യേകം ത്യാഗം സഹിക്കുന്നു. അവരെ സ്വന്തമാക്കാൻ വേണ്ടി ഈശോ അത്രയും താഴുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ വിശുദ്ധവാരത്തിൽ നല്ല ഇടയനായ യേശുവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾക്കും നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾക്കും പരിഹാരമായി തന്നെ തന്നെ ബലിയർപ്പിച്ച കുഞ്ഞാടാണ് ഈശോ. പ്രത്യേകമായി 4 വിഭാഗത്തിലുള്ളവരെ ഈശോ സ്നേഹിക്കുന്നു. അവരെ സ്വന്തമാക്കാൻ വേണ്ടി ത്യാഗത്തിൻ്റെ ഏറ്റവും വലിയ സാഹസത്തിന് പോലും ഈശോ തയ്യാറാകുന്നു. ആ 4 വിഭാഗക്കാരാണ് ബലഹീനരായവർ, മുറിവേറ്റവർ, കാണാതായവർ, വഴിതെറ്റിയവർ. നമ്മൾ ഈ കൂട്ടത്തിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. ഒരുപക്ഷെ നമ്മൾ ബലഹീനരായ ആടുകളായിരിക്കാം. നമ്മെ ഈശോ തള്ളിക്കളയില്ല. നമ്മെ ബലപ്പെടുത്താൻ, നമ്മെ സ്വന്തമാക്കാൻ, നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരാൻ ഈശോ തയ്യാറാണ്. നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടാൻ ഈശോ തയ്യാറാണ്. നമ്മെയും വീണ്ടെടുക്കാൻ ഈശോ ഒരുക്കമാണ്. ഒരുപക്ഷെ നാം മുറിവേറ്റ ആടുകളുടെ സ്ഥാനത്തായിരിക്കാം. പഴയകാല ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഈ വിശുദ്ധവാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ മുറിവുകളിൽ നിന്നെല്ലാം സൗഖ്യം പ്രാപിച്ച് യേശുവിൻ്റെ കയ്യിലെ കുഞ്ഞാടായി മാറാൻ കർത്താവ് നമുക്ക് അവസരം നൽകുകയാണ്. കർത്താവിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കുവാനും, നമ്മുടെ മുറിവുകളിൽ നിന്ന് വിമോചനം പ്രാപിക്കുവാനും, മുറിവുകളിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാനും യേശുവിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാൻ ഈ വിശുദ്ധവാരത്തിലെ പ്രാർത്ഥനകളും പ്രായശ്ചിത്ത ക്രിയകളും ഉപവാസവും എല്ലാം നമ്മെ സഹായിക്കുന്നു. ഒരുപക്ഷേ നാം വഴിതെറ്റിയ ആടുകളുടെ സ്ഥാനത്തായിരിക്കാം. വഴിയെ തെറ്റിയ ആടിനെ അന്വേഷിക്കുന്നതാണ് യേശുവെന്ന നല്ല ഇടയൻ്റെ മറ്റൊരു മുഖം. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, കാണാതായ ഒരു ആടിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നത് വരെ അന്വേഷിക്കുന്നവനാണ്, കരുതലുള്ളവനാണ് നല്ല ഇടയനെന്ന്. അപ്പോൾ നമ്മൾ വഴിമാറി പോയിട്ടുണ്ടെങ്കിൽ
നമ്മൾ മനസ്സിലാക്കണം, ഈശോ നമ്മെ അന്വേഷിക്കുന്നുണ്ട്. ഈശോ നമ്മെ അന്വേഷിച്ച് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഈശോ നമ്മെ അന്വേഷിക്കുന്നുണ്ട് എങ്കിൽ നാം ചെയ്യേണ്ടത് ആ ഈശോയുടെ പക്കലേക്ക് തിരിയുക എന്നതാണ്. നമ്മെ അന്വേഷിക്കുന്ന നല്ല ഇടയനായ യേശുവിന്റെ പക്കലേക്ക് തിരിയാൻ ഈ വിശുദ്ധവാരത്തിൽ നമുക്ക് പരിശ്രമിക്കാം. ഒരുപക്ഷേ നമ്മൾ കാണാതായ ആടിനെ പോലെയാകും. ജീവിത വ്യഗ്രതകൾക്കിടയിൽപ്പെട്ട്, നമ്മുടെ പാപകരമായ ജീവിത മാർഗങ്ങളിൽപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നവരായിരിക്കാം നമ്മൾ. പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു. പാപം വഴി ദൈവദർശനം നമുക്ക് ലഭിക്കാതെ വരുന്നു. യെശയ്യായുടെ പുസ്തകം 59-ാം അധ്യായം 1-2 വചനങ്ങളിൽ നാം വായിക്കുന്നു, നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല, നിന്റെ പ്രാർത്ഥന കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടുമില്ല. എന്നാൽ നിനക്കും ദൈവത്തിനും ഇടയിൽ ഒരു തടസ്സം വന്നിരിക്കുന്നു. നിന്റെ പാപം നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. പാപം വഴി ദൈവത്തിൽ നിന്ന് നാം അകന്നിരിക്കുമ്പോൾ നമ്മൾ കാണാതായ ആടിന് തുല്യരായി മാറും. കാണാതായ നമ്മെ ഈശോ ഈ വിശുദ്ധവാരത്തിൽ പ്രത്യേകം അന്വേഷിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മുടെ ആനന്ദം. ഈ ലോകത്തിന്റെ ആനന്ദങ്ങളിൽ പെട്ടും നമ്മൾ നടക്കുമ്പോൾ കർത്താവ് നമ്മെക്കുറിച്ച് വേദനിക്കുന്നു. നമ്മുടെ ജീവിതത്തെ പ്രതി കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആ യേശുവിന്റെ പക്കലേക്ക് നാം തിരിച്ചു പോകണം. കാണാതായ, മറയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം തിരിച്ചു വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് യേശു എന്ന നല്ല ഇടയന്റെ സംരക്ഷണവും പരിപാലനവും സമൃദ്ധമായി അനുഭവിക്കാൻ സാധിക്കും. കുഞ്ഞാടായ യേശു തൻ്റെ ബലിവഴി ഈ ലോകത്തിലുള്ള സകല ജനങ്ങളെയും, എല്ലാ ഗോത്രങ്ങളെയും, എല്ലാ ഭാഷകളിലുമുള്ള എല്ലാ ജനങ്ങളെയും പിതാവായ ദൈവത്തോട് ചേർത്ത് നിർത്തിയതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വെളിപാടിന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ സിംഹാസനത്തിന്റെ കയ്യിലുള്ള ചുരുൾ നിവർത്താൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമായി കുഞ്ഞാട് സിംഹാസനസ്ഥന്റെ പക്കലേക്ക് പോകുന്നതും ആ ചുരുൾ വാങ്ങുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ആ കുഞ്ഞാട് ചുരുൾ വാങ്ങുന്ന സമയത്ത് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു, ഈ ചുരുൾ തുറക്കുവാൻ, ഈ ചുരുൾ പൊട്ടിക്കുവാൻ നീ യോഗ്യനാണ്. കാരണം എല്ലാ ജനങ്ങൾക്കും വേണ്ടി നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് അവരെ വീണ്ടെടുക്കുകയും ചെയ്തു. സകല ജനങ്ങളെയും ദൈവത്തിന്റെ പരിശുദ്ധ ജനമായി നിന്റെ ബലി വഴി നീ മാറ്റി. അതിനാൽ ഈ ചുരുൾ സ്വീകരിക്കുവാനും ഈ ചുരുൾ തുറക്കുവാനും നീ യോഗ്യനാണ് എന്ന് ദൈവത്തോട് ജനത്തെ ചേർത്ത് നിർത്തുന്ന യേശുവിന്റെ രീതിയെക്കുറിച്ച്, യേശുവിന്റെ ബലിയെക്കുറിച്ചാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്. തന്റെ രക്തം വഴി ഈ ഭൂമിയിലെ സകല ജനപദങ്ങളെയും പിതാവായ ദൈവത്തോട് ചേർത്ത് നിർത്തുകയും അവരെ പരിശുദ്ധമായ ജനമാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ ബലി വഴി പിതാവിനെ മഹത്വപ്പെടുത്തി പിതാവുമായി ദൈവജനത്തെ ചേർത്ത് നിർത്തിയതിനാൽ ഈ ചുരുൾ പൊട്ടിക്കുവാനും ഈ ചുരുൾ തുറക്കുവാനും ഈ കുഞ്ഞാടിന് ശക്തി ലഭിച്ചിരിക്കുന്നു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, യേശുവിൻ്റെ വലിയ ശക്തിയെക്കുറിച്ചും യേശുവിന് ഈ ലോകത്തിലുള്ള പ്രത്യേക സ്ഥാനത്തെക്കുറിച്ചുമാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആർക്കും ലഭിക്കാത്ത ഒരു വലിയ സ്ഥാനമാണ് യേശുവിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം യേശുവിനെ കുറിച്ച് ഏകരക്ഷകനെന്നും ലോകരക്ഷകനെന്നും പറയുന്നത്. നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് നമ്മെ പിതാവുമായി ദൈവത്തോട് ചേർത്ത് നിർത്തി ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കുഞ്ഞാടാണ് യേശു ക്രിസ്തു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിലായി എഴുതപ്പെട്ടിരിക്കുന്നു. ഈ വിശുദ്ധ വാരത്തിൽ ഈ യേശു ക്രിസ്തു കുഞ്ഞാടാണെന്ന വലിയ സത്യം നമ്മൾ മനസ്സിലാക്കുകയും ആ കുഞ്ഞാടിനോട് ചേർന്ന് നിന്ന് പിതാവായ ദൈവത്തോട് ഐക്യപ്പെടാൻ നാം പരിശ്രമിക്കുകയും വേണം. ഈ വിശുദ്ധ വാരത്തിൻ്റെ 4-ാം ദിവസം നാം കേട്ട വചനങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് കർത്താവായ യേശുവിൻ്റെ വലിയ കാരുണ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, കുഞ്ഞാടും ഇടയനുമായ ഈശോയെ, ഞങ്ങളെ പരിപാലിക്കാനായി, ഞങ്ങളെ നയിക്കാനായി, ഞങ്ങൾക്ക് ജീവൻ നൽകാനായി, ഞങ്ങൾക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ട കുഞ്ഞാടായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ ഇടയൻ മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടുമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവസന്നിധിയിൽ ദൈവജനത്തിനു വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടെന്ന നിലയിൽ അങ്ങ് വലിയ ശക്തിയും മഹത്വവും സ്വന്തമാക്കിയിരിക്കുന്നു. അങ്ങ് നേടിയെടുത്ത രക്ഷയിൽ ഞങ്ങളെയും പങ്കാളികളാക്കണമേ. അങ്ങയുടെ രക്തത്തിൻ്റെ വിലയാൽ
ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ വിശുദ്ധ വാരത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധ ജനമായി ഞങ്ങളെ നേടിയെടുത്ത കുഞ്ഞാടായ ഈശോയെ പരിശുദ്ധരായി ജീവിക്കുവാനുള്ള കൃപ നൽകി ഈ വിശുദ്ധ വാരത്തിൽ ഞങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.